രാത്രി 2 മണി 3 മണിയുടെ ഇടയിൽ ഞെട്ടി എഴുന്നേൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്നാമതായി കുട്ടികളുടെ കാര്യങ്ങളിലാണെങ്കിൽ അത് ഡീവേമിങ് ചെയ്താൽ തീർച്ചയായിട്ടും അത് വിരയുടെ ശല്യമാണ്. രണ്ടാമതായി വരുന്ന ഒരു 60 വയസ്സ് മുകളിലുള്ള ഒരു പ്രായമുള്ള ഒരു പുരുഷന്മാരിലാണെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയുടെ എന്തെങ്കിലും തകരാറ് മൂലമാണ്. അതിനകത്ത് അവർക്ക് ചെയ്യാവുന്ന ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ആൻറ്റി ടി പി ഒ, ആൻറ്റി ടി ജി, PSA എന്ന് പറയുന്ന ഈ ടെസ്റ്റുകൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ അത് തീർച്ചയായിട്ടും അറിയാനായിട്ട് സാധിക്കും. 3 എന്ന് പറയുന്നത് ഡയബറ്റിസിൻ്റെ എന്തെങ്കിലും അത് കൂടുതലായതുകൊണ്ട് ബ്ലഡ് ഷുഗർ കൂടുതലായതുകൊണ്ടും ഇതുപോലെ യൂറിനേഷൻ ടെൻഡൻസി മൂലം നമ്മൾ രാത്രി എഴുന്നേൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. നാലാമതായി പറയുന്നത് സ്ത്രീകളിലായിക്കോട്ടെ പുരുഷന്മാരിലായിക്കോട്ടെ ഫംഗസ്, അതായത് ഫംഗസിൻ്റെ അണുബാധ മൂലം അല്ലെങ്കിൽ ബാക്ടീരിയയുടെ ഓവർ ഗ്രോത്ത് മൂലം അഡൽസിലും ഇതുപോലെ രാത്രി എഴുന്നേൽക്കാനായിട്ടുള്ള സാധ്യത. ഇതിനൊക്കെ നമുക്ക് ഡീവേമിങ് ചെയ്താൽ ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ഡയബറ്റിസ് ആണെങ്കിൽ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കുക, പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയുടെ ഇത് അവർ യോഗയിലൂടെയും എക്സസൈസിലൂടെയും മാറ്റാൻ ശ്രമിക്കുക.